പ്രിയമുള്ളവരെ, ഞാൻ NR അജയകുമാർ, തലശ്ശേരി. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ മലബാറിലും കേരളത്തിലും ആദ്യമായി ഭൂമി രജിസ്റ്റർ ചെയ്ത ആളെക്കുറിച്ചാണ്. അത് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ സുഗന്ധവിളത്തോട്ടമായ സെനമൺ എസ്റ്റേറ്റ് സ്ഥാപിച്ച മർഡോക് ബ്രൗണിൻ്റെ ഒരു ജീവിതകഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ രജിസ്റ്റർ ഓഫീസിൻ്റെ കഥ. മർഡോക് ബ്രൗൺ ഫ്രഞ്ച് മാഹിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. 1793 അദ്ദേഹം മാഹിയെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്രമിക്കുകയും മാഹി കോട്ടയിൽ നിന്ന് അവിടെയുള്ള ഫ്രഞ്ച് പട്ടാളക്കാരെ പിടികൂടി തലശ്ശേരി കോട്ടയിലെ ജയിലിലടച്ചു. പിന്നീട് മർഡോക് ബ്രൗൺ ഫ്രഞ്ച് കമ്പനിയിൽ നിന്ന് കൂറുമാറി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പാളയത്തിലേക്ക് താവളമടിച്ചു. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് മേധാവികൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുകയും 1797 ഇംഗ്ലീഷ് കമ്പനിയുടെ മാഹിയിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് കമ്പനിയുടെ പല കേസുകളിലും ഫ്രഞ്ചുകാർക്കെതിരായിട്ട് ഹാജരായത്, നാട്ടുരാജ്യങ്ങളുടെ കേസുകളിലും ഹാജരായത് മർഡോക് ബ്രൗൺ ആയിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് കമ്പനിയുടെ അന്നത്തെ ബോംബെ ആസ്ഥാന മേധാവികൾ ഇദ്ദേഹത്തിൻ്റെ ഈ സൂപ്രണ്ട് പദവി അംഗീകരിക്കുകയുണ്ടായില്ല. തുടർന്ന് അദ്ദേഹത്തിന് ഈ സ്ഥാനം നഷ്ടപ്പെട്ടു. എന്നാൽ തലശ്ശേരിയിലെ ബ്രിട്ടീഷ് മേധാവികൾ അദ്ദേഹത്തിനെ ഇംഗ്ലീഷ് കമ്പനി അഞ്ചരക്കണ്ടിയിൽ 1798 250 ഏക്കർ വരുന്ന തരിശു നിലങ്ങളിൽ അഞ്ചരക്കണ്ടിയിൽ കറുവപ്പട്ട, ഗ്രാമ്പു തുടങ്ങിയ കാപ്പി തുടങ്ങിയവ വെച്ചുപിടിപ്പിക്കാൻ അദ്ദേഹത്തെ നിയോഗിക്കുകയുണ്ടായി. ഇതിന് അദ്ദേഹത്തിന് 850 രൂപയാണ് ശമ്പളമായി കമ്പനി നൽകിയത്. അദ്ദേഹം നമ്മുടെ ശ്രീലങ്കയിൽ നിന്നൊക്കെ കറുവപ്പട്ടയുടെ തൈകൾ കൊണ്ടുവന്ന് ഈ അഞ്ചരക്കണ്ടി തോട്ടത്തിൽ വെച്ചുപിടിപ്പിക്കുകയുണ്ടായി. ശ്രീലങ്കയിൽ ഇതിന് ലവംഗമോഹിനി എന്നാണ് ഈ കറുവപ്പട്ടയെ കുറിച്ച് പറയുന്നത്. എന്തെന്നാൽ നമ്മുടെ കേരളത്തിലെ കുരുമുളക് പോലെ വിദേശികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിരുന്നു ഈ ലവംഗമോഹിനി എന്ന കറുവപ്പട്ട. അത് ഈ ഇവിടുത്തെ വിസ്തൃതമായ എസ്റ്റേറ്റിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി വെച്ചുപിടിപ്പിച്ചു. എന്നാൽ കമ്പനി മേധാവികൾക്ക് ഇത് ലാഭകരമല്ലെന്ന് തോന്നുകയും മർഡോക് ബ്രൗണിനെ ഈ സ്ഥലം പാട്ടത്തിനായി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 99 വർഷത്തെ പാട്ടത്തിനാണ് കമ്പനി ഈ സ്ഥലം നൽകിയത്. അതിനായി അദ്ദേഹം അഞ്ചരക്കണ്ടിയിൽ ആദ്യത്തെ ഒരു രജിസ്റ്റർ ഓഫീസ് സ്ഥാപിച്ചു. ഇന്ന് മലബാറിലും കേരളത്തിലും ആദ്യത്തെ രജിസ്റ്റർ ഓഫീസ് ഏതെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിയിലെ ഈ ഇവിടുത്തെ പഴയ കെട്ടിടമാണെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. 1946 വരെ ഈ തോട്ടം മർഡോക് ബ്രൗണിൻ്റെ കൈകളിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കർണാക് ബ്രൗൺ. അദ്ദേഹമാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മമ്പളി ബാപ്പുവിനെയൊക്കെ പഠിപ്പിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. മർഡോക് ബ്രൗൺ മരണമടയുന്നത് തലശ്ശേരിയിൽ വെച്ചാണ്. കർണാക് ബ്രൗണിൻ്റെ വീട്ടിൽ വെച്ചാണ് മരണമടയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കല്ലറ തലശ്ശേരി ഇംഗ്ലീഷ് പള്ളിയിൽ വെച്ച് ഈ ലേഖനാണ് കണ്ടെത്തുകയുണ്ടായത്. അതിന് എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇൻവെൻഷൻ എന്ന രീതിയിലും ടൂറിസം ഗൈഡ് എന്ന രീതിയിലും അവാർഡൊക്കെ ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. 1828 ജനുവരി 9 മർഡോക് ബ്രൗൺ മരണമടയുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പഴയ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം വലിയൊരു തടി വ്യാപാരിയായി പിന്നെ അറിയപ്പെടുന്നത്. മാഹിയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാഹിയിൽ നിന്ന് അന്ന് തടവുപുള്ളികളെ കയറ്റി അയക്കുന്നതിൽ
മർഡോക് ബ്രൗണിന് ഒരു പങ്കുണ്ടായിരുന്നു എന്നും നമുക്ക് രേഖകൾ കാണാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അജയകുമാർ, തലശ്ശേരി.